ഈ അസീം മുനീർ, അദ്ദേഹത്തിന് ഞാൻ ജനറൽ അസീം മുനീർ എന്ന് പോലും എനിക്ക് വിളിക്കാൻ കാരണം, അദ്ദേഹത്തിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു ആർമി ഓഫീസർ അല്ലെങ്കിൽ ആർമി ജനറൽ എന്നുള്ള രീതിയിലല്ല. ഹീ ഈസ് എ ടെററിസ്റ്റ് ഇൻ യൂണിഫോം എന്നാണ് ഞാൻ അദ്ദേഹത്തിനെ കാണുന്നത്. കാരണം അദ്ദേഹം പേൽഗാമിൽ ചെയ്തിട്ടുള്ള കാര്യം ഒക്കെ നമുക്കറിയാം. ഇപ്പം പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് അതൊന്നും ഒരു മിലിറ്ററി ഓഫീസറിന്, അത് ഏത് രാജ്യമായിക്കോട്ടെ, അതിന് ആ രീതിയിലുള്ള ഒരു ക്രെഡൻഷ്യൽസ് ഇല്ലാതെ തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പം അസീം മുനീറിനെ സംബന്ധിച്ചോളം ഡെഫിനറ്റ്ലി പൊളിറ്റിക്കൽ ആംബിഷൻസ് ഉണ്ട്. ആ പൊളിറ്റിക്കൽ ആംബിഷൻസിന് ഏറ്റവും നല്ല അവസരം, അപ്പം അദ്ദേഹം അവസരത്തിനെ മുതലാക്കുന്നു എന്നാണ് ആക്ച്വലി പറഞ്ഞിട്ടുള്ളത്. അവസരം എങ്ങനെയാണ്? അദ്ദേഹം സൃഷ്ടിച്ച അവസരമാണ്. പെഹൽഗാം എന്നുള്ള ആ മാസക്കർ അദ്ദേഹം സൃഷ്ടിച്ചു. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ സ്ട്രൈക്ക് ചെയ്യുമെന്ന്. ആ ഇന്ത്യ സ്ട്രൈക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ രാജ്യം മൊത്തം, പാകിസ്ഥാൻ ആർമി അന്ന് ബാക്ക് ഫുട്ടിൽ നിൽക്കുന്ന സമയത്ത്, ഇമ്രാൻഖാനുമായിട്ട് പയറ്റ് നിന്ന് പാകിസ്ഥാൻ ആർമി വളരെ ബാക്ക് ഫുട്ടിൽ നിൽക്കുന്ന സമയത്താണ് ഈ പഹൽഗാം ചെയ്യുന്നത്, നമ്മൾ അവരെ സ്ട്രൈക്ക് ചെയ്യുന്നതും. ആ സ്ട്രൈക്കിലൂടെ നാച്ചുറലി ആളുകളെല്ലാം പാകിസ്ഥാൻ സൈന്യത്തിന്റെ കൂടെ നിൽക്കും. പക്ഷെ അതിലുപരി ആ സ്ട്രൈക്കിൽ അവർക്കൊരു തിരിച്ചടി വലിയ രീതിയിലുണ്ടായി.